ബാലേന്ദ്രൻ സാറായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമായതുകൊണ്ടും രണ്ടു വാക്ക് പറയുകയാണ്. പ്രസംഗത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ദയവേദി ക്ഷമിക്കണം. ഇന്നിവിടെ നമ്മൾ സ്ക്രീൻ ചെയ്യാൻ പോകുന്നത് പ്രശസ്ത ബംഗാളി സംവിധായകനായിട്ടുള്ള ഋതുപർണ ഘോഷിൻ്റെ റെയിൻകോട്ട് എന്ന സിനിമയാണ്. അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നതിന് മുന്നേ അദ്ദേഹത്തെക്കുറിച്ചൊരു രണ്ട് മൂന്ന് വാക്കുകൾ പറയണം. അദ്ദേഹം എടുത്ത സിനിമകളെക്കുറിച്ച്. അദ്ദേഹം 1963 ബംഗാളിൽ ജനിച്ചതാണ്. അദ്ദേഹത്തിന് ഈ സിനിമകളോട് താല്പര്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുനിൽ ഘോഷ് ഒരു ഫിലിം മേക്കറും പിന്നെ ഒരു പെയിൻറ്ററും കൂടിയായിരുന്നു. പക്ഷെ ഇദ്ദേഹം ബിരുദമെടുത്തത് എക്കണോമിക്സിലായിരുന്നു. ബിരുദാനന്ദ ബിരുദം എടുത്തത് എക്കണോമിക്സിലാണ്. അതിനുശേഷം അദ്ദേഹം ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫേമിലാണ് കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന കാര്യം, അദ്ദേഹം ആദ്യകാലത്തെ ഈ അഡ്വർടൈസ്മെൻറ്റ് ഫേമിൽ ബോറോളിൻ എന്ന ഓയിൻമെൻറ്റ്, അതുപോലെ ഫ്രൂട്ടി, ഇതിൻ്റെയൊക്കെ പരസ്യവുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ് റൈറ്റിങ്ങും കോപ്പി റൈറ്റും ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനുശേഷം അദ്ദേഹം 1990 അദ്ദേഹം ദൂരദർശന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സിനിമ വന്ദേ മാതരം ആസ്പദമാക്കിയിട്ട് ദൂരദർശന് വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്ററി സിനിമ അദ്ദേഹം എടുക്കുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഫീച്ചർ ഫിലിം ചെയ്യുന്നത്. ഹിറേർ അങ്കതി എന്ന് പറയുന്ന ഒരു കുടുംബ സൗഹൃദ സാധാരണ പോലത്തെ ഒരു സിനിമയാണ്. അതിനുശേഷം ഇദ്ദേഹം കൈവച്ചതെല്ലാം പൊന്നായിട്ടുള്ള ഒരു സംവിധായകനാണ്. കാരണം ഇദ്ദേഹം അതിനുശേഷം ഒരു 10-15ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. എല്ലാത്തിലും ഇദ്ദേഹത്തിന് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടുകയും സംസ്ഥാന പുരസ്കാരങ്ങളും അതേപോലെ തന്നെ വിവിധ അന്താരാഷ്ട്ര വേളകളിൽ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല ഫിലിം ഫെസ്റ്റിവലിലും ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ റിട്രോസ്പെക്റ്റീവായിട്ട് കാണിക്കാറുണ്ട്. ഇദ്ദേഹം ഈ ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് രണ്ടാമത് സിനിമ എടുക്കുന്നത് ഏകദേശം 2 വർഷത്തിന് ശേഷമാണ്. ആ സിനിമയുടെ പേരാണ് ഉന്നീഷി ഏപ്രിൽ എന്ന് പറഞ്ഞത് 19 ഏപ്രിൽ, അതാണ് ആ സിനിമയുടെ പേര്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നടന്മാർ അപർണ സെൻ, ദീപാങ്കർ ദേവ്, ദേവശ്രീ റോയ്, ഇവരാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുള്ളത്. അത് ഒരു അമ്മയും മകളും തമ്മിലുള്ള വീട്ടിലുള്ള ഒരു സംഘർഷാവസ്ഥ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അമ്മ ഒരു പ്രശസ്ത സിനിമാ നടിയും മകള് മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ തന്മയത്തോടുകൂടി അഭിനയിച്ച് കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ ഉന്നീഷി ഏപ്രിൽ എന്ന് പറയുന്ന സിനിമ. അതിന് 2 ദേശീയ പുരസ്കാരങ്ങൾ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സിനിമയ്ക്കും നല്ല നടിക്കുമുള്ള പുരസ്കാരങ്ങളാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഒരു 3 വർഷത്തിന് ശേഷം ഇദ്ദേഹം എടുത്ത സിനിമയാണ് ദഹൻ എന്ന് പറയുന്ന സിനിമ. ഒരു ഭാര്യയും ഭർത്താവും നടക്കുമ്പോൾ അവരെ ആക്രമിക്കുന്ന ഒരു സിനിമയാണ്. ആ ആക്രമം കാണുന്ന ഒരു സ്ത്രീ അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. അപ്പം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഈ അക്രമം നേരിട്ട സ്ത്രീ അത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സൊസൈറ്റിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും വരുന്ന ബുദ്ധിമുട്ടുകളും പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആ ഒരു പെണ്ണിൻ്റെ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാണിക്കുന്ന ഒരു സിനിമയാണിത്. ഇതിന് 3 ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ല സിനിമ, നല്ല നടിക്കുള്ള ഇതും നല്ല സ്ക്രിപ്റ്റിനുള്ള സിനിമ അവാർഡുകൾ ഈ സിനിമ വാരിക്കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1999 എടുത്തൊരു സിനിമയാണ് അസുഖ്. അതിൻ്റെ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിർത്തുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അകത്ത് ഈ മെയിൻ കഥാപാത്രം അവരൊരു സിനിമാ നടിയാണ്. അവരുടെ വരുമാനത്തിനെ ആശ്രയിച്ചിട്ടാണ് ആ കുടുംബം പോകുന്നത്. പക്ഷേ അതിനകത്ത് ആ അച്ഛന് അവരിൽ നിന്ന് പൈസ സ്വീകരിക്കാനും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതല്ലാതെ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. അപ്പോൾ ഒരു അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ, അവർക്ക് പറയാതെ പോകുന്ന അവരുടെ സ്നേഹം, കരുതൽ, ആ ഒരു കുടുംബാന്തരീക്ഷമാണ് ആ സിനിമയിൽ അധികം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിനും കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം. ഇതിനുശേഷം 2000 എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ബാരിവാലി എന്ന് പറഞ്ഞാൽ വീട്ടമ്മ. അതും ഒരു സ്ത്രീയാണ് അതിൻ്റെ അകത്ത് കേന്ദ്ര കഥാപാത്രം. ഒരു വിധവയായിട്ടുള്ള സ്ത്രീ, അവരൊരു വലിയ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ചെലവ് നടത്താനായിട്ട് അവരൊരു സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ഈ സ്ഥലം അവരുടെ വീട് വിട്ടുകൊടുക്കുകയാണ്.
ആ വീട് വിട്ടു കൊടുത്ത് ഈ സിനിമ ഷൂട്ടിംഗ് സംഘം അവിടെ വരുമ്പോൾ അതിൻ്റെ സംവിധായകനും നടന്മാരും ഒക്കെ ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. പക്ഷെ ആ സംവിധായകനുമായിട്ട് ഇവർ അടുക്കുകയാണ്. അപ്പം അവർക്കറിയാം ഇദ്ദേഹം കല്യാണം കഴിച്ചാണ്, ഇയാൾ വിവാഹിതനാണ്, കുടുംബമുണ്ട് എന്നെല്ലാം അറിഞ്ഞിട്ട് പോലും ഇവരറിയാതെ അദ്ദേഹവുമായിട്ട് അടുക്കുകയാണ്. കാരണം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു റോൾ മോഡൽ, അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ അവർക്കൊരിക്കലും അവരുടെ കല്യാണത്തിന് മുന്നേ ഈ പ്രതിശ്രുത വരൻ മരണമടയാണ്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപമാണ് ഈ സംവിധായകൻ ഉണ്ടായിരുന്നത്. അപ്പം പക്ഷേ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഇതില്ല. ഈ സിനിമ കഴിഞ്ഞതും അദ്ദേഹം പാക്ക് ഓഫ് ചെയ്ത് പോകുമ്പോൾ ഇവർ തകർന്ന് അവരുടെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി അവർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന സിനിമ വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പല സിനിമകളിലും ഇദ്ദേഹം കാണിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ മറ്റൊരു തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബിംബങ്ങളാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഭാര്യവാലി എന്ന് പറയുന്ന സിനിമയിൽ ആ വീട് ഒരു വലിയൊരു വീടാണ്. അതിൻ്റെ ശൂന്യമായിട്ടുള്ള മുറികൾ, അടഞ്ഞ ജനലുകൾ, തുറക്കാത്ത വാതിലുകൾ, വളരെ നിശബ്ദത, ഇതെല്ലാം അതിൻ്റെ അകത്തൊരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. ഇതിനുശേഷം 2003 എടുത്ത മറ്റൊരു പ്രശസ്തമായിട്ടുള്ള സിനിമയാണ് ചോക്കർ ബാലി. ചോക്കർ ബാലിയിലാണ് നമ്മുടെ ഹിന്ദി സിനിമയിലെ വളരെ ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കുന്ന ഐശ്വര്യ റായിനെ അദ്ദേഹം ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. ഈ ചോക്കർ ബാലി എന്ന് പറയുന്ന സിനിമ ടാഗോറിൻ്റെ ഒരു കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. കണ്ണിലെ കരട്, അതാണ് ചോക്കർ ബാലിയുടെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഐശ്വര്യ റായ് ഒരു വിധവയാണ്, വളരെ ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു വിധ. കൽക്കട്ടയിലെ ഒരു വളരെ ധനികനായിട്ടുള്ളൊരു കുടുംബത്തിലേക്ക് വന്ന് താമസമാക്കുമ്പോൾ അവർ ആ ഒരു വീട്ടുടമയായിട്ട് അടുക്കുന്നതും അവരുടെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകളും വേദനകളും ഒക്കെയാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത്. അതിൻ്റെ ഒടുവിൽ ആ കുടുംബത്തിൽ മറ്റ് ഇതൊന്നും ആക്കാതെ അവർ ഒഴിഞ്ഞു പോകുന്ന ഒരു സീനോട് ഒഴിഞ്ഞിരുന്നത് ഇതിനും ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള അവാർഡ് നേടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 2006 കൊങ്കണ സെൻ എന്ന പ്രശസ്ത ബംഗാളി നടീനെ വെച്ചിട്ട് ദൊസാർ എന്ന സിനിമ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു കുടുംബ യാത്ര പോകുമ്പോൾ വണ്ടി ഒരു അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽപ്പെടുമ്പോൾ അതിനകത്തുള്ളൊരു സ്ത്രീ മരിക്കുകയാണ്. പക്ഷേ സ്ത്രീ മരിച്ചു കഴിയുമ്പോഴാണ് ഈ ഭാര്യ അറിയുന്നത് തൻ്റെ ഭർത്താവിന് ആ സ്ത്രീയുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഭർത്താവിന് ആ അപകടത്തിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് പരിചരിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥ. കാരണം താൻ ഇത്രയും നാൾ സ്നേഹിച്ച് കൂടെ താമസിച്ചിരുന്ന ഒരു ഭർത്താവിന് ഇത്തരത്തിലൊരു അഫയർ ഉണ്ടാവുമ്പോൾ ശരിക്കും തകർന്നു പോയി അവരവരുടെ വഴിക്ക് പോവാതെ അവർ ഇദ്ദേഹത്തിനെ ശുശ്രൂഷിച്ച് വരുമ്പോൾ തന്നെ അവർ സ്വയം അവരുടെ ശക്തി കണ്ടെത്തുകയാണ്. എങ്ങനെയാണ് ഈ ദുരന്തങ്ങളിൽ നിന്ന് ആവാനുള്ളൊരു വഴി കണ്ടെത്തുകയാണ്. അതുപോലെ അദ്ദേഹം അമിതാഭ് ബച്ചനെ വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണ് ലാസ്റ്റ് ഇയർ. അതിനും അത് ഹിന്ദിയിലാണ്, ഇംഗ്ലീഷിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. 2 ദേശീയ പുരസ്കാരങ്ങൾ നേടിയെടുത്ത സിനിമയാണ്. ഇന്നിവിടെ നമ്മൾ പ്രദർശിപ്പിക്കാൻ പോകുന്ന സിനിമ റെയിൻകോട്ട് എന്ന് പറയുന്ന സിനിമയാണ്. 2003 ഈ സിനിമ സംവിധാനം ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഐശ്വര്യ റോയും അജയ് ദേവ്ഗണും രണ്ടുപേരും ബോളിവുഡിലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള നടന്മാരാണ്. പക്ഷേ ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഇത്രയും ഗ്ലാമറസ് ആയിട്ടുള്ള ഇവർ ഇത്രയും തന്മയത്തോടു കൂടിയും യാതൊരുവിധ ബോളിവുഡ് ഗിമിക്സും ഇല്ലാതെ ഇവരുടെ അഭിനയം കണ്ടാൽ അത്ഭുതപ്പെടും. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. മെയിനായിട്ട് ഐശ്വര്യ റായും അജയ് ദേവ്ഗണാണുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു മെയിൻ കഥാപാത്രം മഴയാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇതൊരു നഷ്ടപ്രണയത്തിൻ്റെ കഥയാണ്. അത് കണ്ടു തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവും അതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഇദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സിനിമകളും സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമയാണ്. അവളുടെ പ്രണയനഷ്ടം, അവളുടെ ഏകാന്തത, ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പോലും അവൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഫെമിനിസ്റ്റിൻ്റെ ശബ്ദങ്ങളോ അല്ലെങ്കിൽ വോയിസോ കേൾക്കാനുള്ള ഒരു ഫോറം ഒന്നും അക്കാലത്ത് ഉണ്ടായിട്ടില്ല. എല്ലാവരും വളരെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളായിരുന്നു. അവരവരുടെ എന്തെങ്കിലും ഒരു സിനിമാ നടിയായിട്ടോ ഒരു തൊഴിലോ ചെയ്ത് ജീവിക്കുന്നതാണ്. പക്ഷേ അവർക്ക് അവരുടെ വേദനകൾ പറയാനായിട്ടോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ശിഥിലമായിട്ടുള്ള കാര്യങ്ങൾ പങ്കിടാനോ അല്ലെങ്കിൽ അവരുടെ പ്രണയ തകർച്ച
അവരുടെ വിധവയായി പോകുമ്പോൾ അവർക്ക് മറ്റൊരു ജീവിതമില്ലാതെ തകർന്നു പോകുന്നൊരവസ്ഥയൊക്കെ അദ്ദേഹം ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം അധികം സിനിമകൾ എടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത ഋതുവർണ ഘോഷിൻ്റെ അവസാന കാലത്തുള്ള സിനിമകളിൽ അദ്ദേഹം ട്രാൻസ്ജെൻഡറിൻ്റെ ഐഡൻറ്റിറ്റീസ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട സിനിമയാണ് ചിത്രാംഗത. ചിത്രാംഗതയിൽ രണ്ട് പുരുഷന്മാർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവർക്ക് എന്തായാലും ഒരുമിച്ച് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടിൽ അതിൻ്റെ അകത്ത് ഒരാൾ സെക്സ് ചേഞ്ച് ഓപ്പറേഷന് തയ്യാറാവുകയും ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിന്ന് കര കയറുന്നതിന് മുന്നേ താൻ പ്രണയിച്ച അയാളെ വിട്ടുപോകുന്നൊരു സിനിമയാണ്. അപ്പം ഇതുപോലത്തെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ടോപ്പിക്സ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് ഋതുവർണ ഘോഷ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഏത് സിനിമ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ബിംബങ്ങൾ മിക്കവാറും മഴ, അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചം, പിന്നെ സ്ത്രീകളെ പോലും അദ്ദേഹം കാണിക്കുന്ന ഒരു വസ്തുവായിട്ടല്ല, നോട്ടം, കണ്ണുകളിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്ത് അതുപോലത്തെ ഒരു ഭംഗിയുള്ള ഒരുപാട് ഇമേജസ്, ഒരു പോയറ്റിക് ഇതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം പ്രതിപാദിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. നന്ദി, നമസ്കാരം. എല്ലാവരും ഈ സിനിമ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ചങ്ങമ്പുഴ പാർക്കിലും സംഗീത തിയേറ്ററിലും ഈ മെട്രോ ഫിലിം സൊസൈറ്റിയും ചങ്ങമ്പുഴ കേന്ദ്രവും കൂടി നടത്തുന്ന ഈ സിനിമയിൽ ബാക്കി എല്ലാ സിനിമകളിലും നിങ്ങൾ വരണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.